അങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം ഈച്ചയുണ്ട് ഈച്ച. അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ കരടി വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ അകപ്പെട്ടു. ടി കെ കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ കരടി അകപ്പെട്ടത്. മുണ്ട് വലിച്ചു വരില്ലേ? അങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം. പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കാനായി പഞ്ചായത്തിലെ ടി കെ കോളനി, കവളമുക്കട്ട, ചുള്ളിയോട്, ചെട്ടിപ്പാടം, ഒളർവട്ടം, പുഞ്ച തുടങ്ങിയ മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ കരടിയെത്തുന്നത് പതിവായിരുന്നു. ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച നെയ്യ്, എണ്ണ, ശർക്കര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന കരടി വ്യാപകമായ നാശം വരുത്തിയാണ് മടങ്ങാറ്. ഒപ്പം കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്തും തേനടകൾ ഭക്ഷിക്കുന്നതും കർഷകർക്ക് വൻ നഷ്ടമാണ് വരുത്തിയിരുന്നത്. സ്വത്തുവകകൾ മാത്രമല്ല, മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കരടിയെ പിടികൂടണമെന്ന് നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് വനംവകുപ്പ് മേഖലയിൽ 2 കെണികളും കരടിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ കൂട്ടിൽ കയറാതെ ക്ഷേത്രങ്ങളിലെത്തിയ കരടി നാശം വരുത്തുന്നത് തുടരുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് ടി കെ കോളനി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിൽ തേനടകൾ കൂടുതൽ വെച്ച് വീണ്ടും വനംവകുപ്പ് അധികൃതർ കെണി ഒരുക്കിയതോടെ കരടി വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ അതിൽ അകപ്പെടുകയായിരുന്നു. നിലമ്പൂർ സൗത്ത് DFOയുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ കാളികാവ് വനം റേഞ്ച് ഓഫീസർ P. രാജീവിന്റെയും ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KP. അഭിലാഷിന്റെയും നേതൃത്വത്തിലുള്ള വനപാലകർ സ്ഥലത്തെത്തി പുലർച്ചെ 2:30യോടെ കരടിയെ കൂട് സഹിതം അമരമ്പലം RRT ക്യാമ്പ് ഓഫീസ് പരിസരത്തേക്ക് മാറ്റി. വനം വെറ്ററിനറി സർജനെത്തി പരിശോധന നടത്തി ഉന്നതാധികാരിയുടെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു. ടി കെ കോളനി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന കൂട്ടില് കരടി അകപ്പെട്ടിരിക്കുകയാണ്. കരടിനെ നമ്മൾ വെറ്റിനറി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് RRT ഓഫീസിലേക്ക് മാറ്റുന്നതാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കരടിയെ തുറന്നു വിടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതാണ്. അതേസമയം കാലങ്ങളായി ജനവാസ മേഖലയിൽ ഭീതി വിതച്ച കരടിയെ പിടികൂടാനായതോടെ ആശ്വാസമായെന്ന് വാർഡ് മെമ്പർ രമ്യയും പറഞ്ഞു. ഒരുപാട് നാളായിട്ട് ടി കെ കോളനിയുടെ മനസ്സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കരടിയായിരുന്നു. അത് കൂട്ടി കയറിയിട്ടുണ്ട്. രാത്രി 8 മണി വരെ പ്രദേശവാസികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കൂട്ടില് അതിന് കരടി കയറാൻ വേണ്ടിയിട്ട് എല്ലാ സാധന സാമഗ്രികളും എത്തിക്കുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഇവിടെ ഉണ്ട്. 2025 ഫെബ്രുവരിയിലും മേഖലയിൽ ഭീതി വിതച്ച കരടിയെ സമാനമായ രീതിയിൽ പിടികൂടി കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന കരുളായി ഉൾവനത്തിൽ വിട്ടയച്ചിരുന്നു. എന്നാൽ ഈ കരടിയെ കാട്ടിൽ തുറന്നുവിടരുതെന്നും വിട്ടാൽ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നും മുൻ വാർഡ് മെമ്പർ VK ബാലസുബ്രഹ്മണ്യനും അഭിപ്രായപ്പെട്ടു. നമ്മൾ ഈ കരടീനെ ഇവിടെ ഇന്ന് ടി കെ കോളനി അമ്പലത്തിൽ വെച്ച് പിടികൂടി ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിത് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ DFO ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ ഇവിടുന്ന് കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത്. അവർ കാഴ്ച ബംഗ്ലാവിലേക്ക് അത് വിടുകയുള്ളൂ. ഇപ്പൊ തൽക്കാലം അമരമ്പലം ഫോറസ്റ്റ് ഡിപ്പോയിൽ കൊണ്ടാക്കും. നാളെ രാവിലെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കരടിയെ കൊണ്ടുപോകാൻ അയച്ചിട്ടുള്ളത്. കാരണം ഈ കരടി ഈ കിഴക്കൻ മേഖലയെ ആകെ വിറപ്പിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ്. അവിടുന്ന് നമുക്ക് കുറേയേറെ മാറ്റങ്ങൾ ഇപ്പം ഇന്ന് രാവിലെ മുതൽ ഫോറസ്റ്റുമാർ ഒരുപാട് പ്രാവശ്യങ്ങൾ വിളിച്ചു. തേനീച്ചപ്പെട്ടി കൊണ്ടുവന്ന് പുതിയ കൂട്ടിലേക്ക് നമ്മൾ വെച്ചു, തേനൊഴിച്ചു, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എന്തായാലും 7 മണി 8 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞത്. 12-12:30 ആയപ്പോഴേക്കന്നെ കരടി കുടുങ്ങി. ആ കരടിയെ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഒന്നടങ്കം പറയാനുള്ളത്, ഈ കരടിയെ കാഴ്ച ബംഗ്ലാവിലേക്ക് വിടാവൂ, പുറത്ത് വിടരുത്. ജനങ്ങൾക്ക് ഭീഷണിയായ ഈ കരടിയെ ഒരു കാരണവശാലും കാട്ടിലേക്ക് തുറന്നു വിടാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല. അതിന് DFO ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും പൂർണ്ണ ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് കൊണ്ടുവരുന്നത്. ന്യൂസ് നൗ പൂക്കോട്ടുംപാടം.